എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ തീരുമാനങ്ങളും എത്ര ദിവസം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും? പലപ്പോഴും ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഫെയിൽ ആവാൻ ഒരു വലിയ കാരണമുണ്ട്. അതിന് കാരണം വേണമെങ്കിൽ സിമ്പിളായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ ബ്രെയിനിനെ ഒരു ഷെൽഫ് പോലെ കാണുക. ആ ഷെൽഫിൽ നമ്മൾ തുണികൾ അടുക്കി വെക്കുന്നു, അല്ലെങ്കിൽ ബുക്കുകൾ അടുക്കി വെക്കുന്നു. അങ്ങനെ ഒന്ന് വെച്ചതിൻ്റെ മുകളിൽ അടുത്തത് വെക്കും, അതിന് മുകളിൽ അടുത്തത് വെക്കും. അങ്ങനെ പുതിയ 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 കാര്യങ്ങൾ ഇങ്ങനെ വെക്കും. ഒന്നാം തീയതി നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച് അവിടെ വെക്കും. രണ്ടാം തീയതി പുതിയ കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കും. മൂന്നാം തീയതി പുതിയ കാര്യങ്ങൾ വരും. നാലാം തീയതി പുതിയ കാര്യങ്ങൾ വരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒന്നാം തീയതി പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെ പോകും? ഏറ്റവും അടിയിലേക്ക് പോകും. അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാതെയായി പോകും. സോ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നടപടിയാവണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വീട്ടിലൊരു ബോർഡ് മേടിക്കുക. ഐദർ വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാവുന്ന ബോർഡ് മേടിക്കുക. അതിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന തീരുമാനങ്ങൾ അവിടെ എഴുതിയിടുക. നിങ്ങളുടെ ന്യൂ ഇയർ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചു എന്നുള്ളത് അവിടെ എഴുതിയിടുക. അങ്ങനെ എഴുതിയിടുമ്പോൾ നിങ്ങൾ ഡെയിലി അത് കാണുകയും നിങ്ങളുടെ മനസ്സത് റിമൈൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അത് പോകുമ്പോൾ ആ തീരുമാനങ്ങളൊക്കെ നടപടിയാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, റിയലിസ്റ്റിക് ആയിട്ടുള്ളത് മാത്രമേ എഴുതിയിടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യവും വേണം. ആഗ്രഹം മാത്രം പോരാ, ആവശ്യമായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ അതിനൊക്കെ നമ്മൾ പ്രയത്നിക്കത്തുള്ളൂ. സോ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹീലിംഗ് ഈസ് പോസിബിൾ. ഹാവ് എ ഗ്രേറ്റ് ഇയർ.